നമസ്കാരം. നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് തലശ്ശേരിയിലാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരി എന്ന പേര് അങ്ങനെ വായിക്കപ്പെടാൻ പറ്റുന്നതല്ലല്ലോ. ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യക്കാർ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത് തലശ്ശേരിയിൽ നിന്നാണ്. നമ്മളിപ്പോഴുള്ളത് തലശ്ശേരി കോട്ടയിലാണ്. എനിക്കൊപ്പം ശ്രീ ബിനീഷ് കോടിയേരി, KCA ജോയിന്റ് സെക്രട്ടറി ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ തലശ്ശേരി എത്തുമ്പോൾ ഇതൊരു വല്ലാത്ത അനുഭവമാണ്. ഇവിടുത്തെ കഥ പറഞ്ഞു തന്നപ്പോഴാണ് ഇവിടെ നിന്നാണല്ലോ നമ്മൾ തുടങ്ങിയത്. ഇപ്പം കേരളത്തെ സംബന്ധിച്ചിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിട്ടും ക്രിക്കറ്റ് എന്ന് പറയുമ്പം എടുത്തു നോക്കുമ്പം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പേര് തലശ്ശേരിക്കുണ്ട്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്റ്റേഡിയത്തിൽ നിന്നാണ് ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശികവാസികളെ ചേർത്ത് ബ്രിട്ടീഷുകാരും ചേർന്നിട്ടുള്ള ക്രിക്കറ്റ് കളി സ്റ്റാർട്ട് ചെയ്തത്. ബ്രിട്ടീഷുകാർ തമ്മിൽ കളിക്കുന്ന മത്സരങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രാദേശികവാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാദേശികവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നുവെച്ചാൽ ഒറിജിനൽ ഇന്ത്യൻസ് കളിച്ച ആദ്യത്തെ ക്രിക്കറ്റ് മാച്ച് നടന്നത് നമ്മൾ ഇപ്പം നടക്കുന്ന, അതായത് ഇന്ത്യയുടെ ബ്ലഡിലേക്ക് ഈ ക്രിക്കറ്റിന്റെ രക്തം ചേർത്ത് വെച്ചത് ഇവിടെ നിന്നാണ്. ഉറപ്പായിട്ടും. കാരണം അതിനകത്ത് തലശ്ശേരിക്കാർക്ക് അഭിമാനിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് 3 സീകളുടെ നാടാണ്. ഒന്ന് ക്രിക്കറ്റ്, ഒന്ന് സർക്കസ്, ഒന്ന് കേക്ക്. അപ്പം ഇത് 3 സീകളുടെ നാട് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയപ്പോൾ ഈ ക്രിക്കറ്റ് കളിയിൽ ഒരു എന്താ നമ്മൾ പറയുക, കുറച്ചുകൂടി ഒരു വൈകാരികത കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കാരണം ക്രിക്കറ്റിൽ ഇവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രിട്ടീഷുകാരാന്ന് പറഞ്ഞല്ലോ. ആ ബ്രിട്ടീഷുകാരായിട്ടുള്ള ലോർഡ് വെല്ലസ്ലി ആയിരുന്നു. വെല്ലസ്ലി പ്രഭുവാണ് ആദ്യമായിട്ട് ഇവിടെ ക്രിക്കറ്റ് കളി തുടങ്ങുന്നു എന്നുള്ളത് മാത്രമല്ല, ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതിൻ്റെ പിറകിൽ വേറൊരു നമുക്കൊരു സ്വാതന്ത്ര്യത്തിൻ്റെയും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരു കഥ കൂടി ഉള്ളത്, പഴശ്ശിരാജാവിനെ കീഴ്പ്പെടുത്താൻ വന്ന ആളായിരുന്നു ലോർഡ് വെല്ലസ്ലി. പഴശ്ശിരാജാവിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി വന്നപ്പോൾ ഒരുപാട് യുദ്ധങ്ങൾ നടത്തി. ഏറ്റവും അവസാനമാണ് പഴശ്ശിരാജാവിനെ അതും ചതിയിലൂടെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള തലശ്ശേരി കോട്ട കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ലോർഡ് വെല്ലസ്ലി ഭരണം നടത്തിയത്. ആ ഭരണം നടത്തുന്ന സമയത്താണ് ഈ പറയുന്ന ക്രിക്കറ്റ് മത്സരങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയും അങ്ങനെ ഈ പറയുന്ന പോലെ തന്നെ ബ്രിട്ടീഷുകാർ ക്രിക്കറ്റ് കളിക്കാനും തുടങ്ങി. അപ്പോൾ രണ്ട് ടീമായിട്ട് കളിക്കാൻ ആളെ കിട്ടുന്നില്ല. അപ്പോൾ ഒരാൾ 6 ഒക്കെ അടിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ സായിയുടെ കെട്ടിടം, അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ കാണുന്ന നമ്മുടെ ഓഫീസ്, സർക്കാർ ഓഫീസ്, മാലിക് ദിനാർ ഉണ്ടാക്കിയത് ഈ ഒരു പള്ളി മാത്രമാണ് കെട്ടിടമായിട്ട് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അത് ഇങ്ങനൊരു വലിയ സംവിധാനമൊന്നുമല്ല, ഒരു ചെറിയ രീതിയിലുള്ളൊരു സംവിധാനമായിരുന്നു. പക്ഷെങ്കിൽ അത് ഈ പറയുന്ന പോലെ ഈ പറയുന്ന കെട്ടിടത്തിന്റെ അകത്തേക്ക് ബോൾ അടിച്ചു വിടുമ്പോൾ ഒന്നുമില്ല, ഇതൊക്കെ അത് ധോബികെട്ട് നമ്മൾ പറയാം. അത് ധോബികെട്ടും ഇത് മത്സ്യത്തൊഴിലാളികൾ, ഈ സായിയുടെ ഈ പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ നിൽക്കുന്ന സ്ഥലം. അപ്പം അടിച്ച ബോളുകൾ 6 അടിച്ചു കഴിഞ്ഞാൽ ബോളുകളൊക്കെ തന്നെ എടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ പോകുമ്പോൾ ഇരട്ടി സ്പീഡിൽ അത് തിരിച്ചിങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പം അടിച്ച ബോൾ ഇരട്ടി സ്പീഡിൽ ഇങ്ങോട്ട് വരുന്നത് ഇത് ആരാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ബോൾ എറിയുന്നത് എന്നുള്ളത് വെല്ലസ്ലിക്ക് വലിയ കൗതുകമായി. അങ്ങനെ വെല്ലസ്ലി പോയി നോക്കുമ്പോൾ ധോബികെട്ടിലുള്ള ആളുകളാണ് ഈ ബോൾ വരുമ്പോൾ. അപ്പോൾ അവരുടെ സ്കില്ല് ഈ പറയുന്ന പോലെ തന്നെ ഇൻബോൺ സ്കില്ല് അവർക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി ധോബികെട്ടുള്ള കുറച്ച് പേര്, മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള കുറച്ച് പേര്, അവരുടെ കയ്യിലാണെങ്കിൽ പങ്കായമാണ്. അതെ. അപ്പം എന്ന് വെച്ചാൽ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് തന്നെ ക്രിക്കറ്റുമായി ചേർത്ത് വെക്കാൻ പറ്റുന്നത് ഉള്ള കാര്യം. ഇപ്പം മത്സ്യത്തൊഴിലാളികൾ പങ്കായോട് തെളിയുന്നു. ധോബികെട്ടുള്ള ആളുകളും ഈ പറയുന്ന ഒരു മരത്തിൻ്റെ ഇതെടുത്തിട്ടാണ് നമ്മൾ അലക്കുന്നതിൻ്റെ ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അവരെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ട് വെല്ലസ്ലി പ്രഭു വിളിക്കുന്നു. പ്രാദേശികവാസികളൊക്കെ തന്നെ വലിയ സന്തോഷത്തോടുകൂടി ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി തന്നെ വരുന്നു. പക്ഷെ അത് ക്രമേണ വന്ന് ക്രിക്കറ്റ് വലിയ രീതിയിൽ ഒരു 1-2 വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ, 1-2 വർഷത്തോളം ആയപ്പോൾ നമ്മുടെ പ്രാദേശികവാസികൾ ബ്രിട്ടീഷുകാരെക്കാളും നല്ല രീതിയിലേക്ക് ക്രിക്കറ്റിലേക്ക് ഇവോൾവ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കഥ. ആദ്യത്തെ ഇന്ത്യക്കാരുടെ ടീം ഉടലെടുത്തത് ഇതാണ്. അതില് ലഗാൻ സിനിമയിൽ അശുതോഷ് ഗൗരിക്കർ ആ സമയത്ത് ഈ പറയുന്ന പോലെ തന്നെ എവിടെ നിന്നാണ് ഇതിന്റെ ഇൻസ്പിറേഷൻ കിട്ടിയെന്ന് വെച്ചപ്പോൾ നോർത്തേൺ സൈഡ് ഓഫ് കേരള എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് തലശ്ശേരി എന്നുള്ളത് പേര് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലായത്. നോർത്തേൺ സൈഡ് ഓഫ് കേരളയിലാണ് പ്രാദേശികവാസികളെ കുറച്ചുകൊണ്ട് ഒരു ഇത് വായിച്ച് അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു
സംഭവം എടുത്ത് ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ. അപ്പം ഇപ്പം ഞാനിത് പറയുമ്പോൾ ലഗാൻ സിനിമയെ നിങ്ങൾ ഓർത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരെയൊക്കെയാണ് കളിക്കാൻ വേണ്ടി കൊണ്ടുവന്നതെന്നും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ചുകൂടി നമ്മൾ വായ്മൊഴികളിലൂടെ കേട്ടതാണ്. അതിന് ചരിത്രത്തിൻ്റെ പൂർണ്ണമായ വസ്തുതകളിലും ഞങ്ങളൊക്കെ അത് അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ പ്രാദേശികവാസികളുമായിട്ടുള്ള മത്സരത്തിൽ നടന്നു. ഈ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടന്നത്. ആ മത്സരത്തിൽ പഴശ്ശിരാജാവിനെ തോൽപ്പിച്ച ലോർഡ് വെല്ലസ്ലിയെ തോൽപ്പിക്കണം എന്നുള്ള ഒരു ചിന്ത ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഉടലെടുക്കുന്നതിൻ്റെയൊക്കെ എത്രയോ മുൻപാണെന്ന് ആലോചിച്ച് നോക്കണം. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഒരു കേന്ദ്രീകൃത രൂപം പോലും വന്നിട്ടില്ല. അങ്ങനെ വന്ന സമയത്ത് ഈ പറയുന്ന ഞങ്ങളുടെ രാജാവിനെ കൊലപ്പെടുത്തിയ, ഞങ്ങളുടെ രാജാവിനെ തോൽപ്പിച്ച ലോർഡ് വെല്ലസ്ലി പ്രഭുവെ ഞങ്ങളുടെ മണ്ണിൽ വെച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ജയിച്ചു എന്നുള്ളതാണ് വായ്മൊഴികളിലൂടെ കേട്ടിട്ടുള്ളത്. അതൊരു വലിയ തലശ്ശേരിയുടെ ഒരു പോരാട്ട ചരിത്രത്തിൽ വലിയ ഒരു, അല്ലെങ്കിൽ തന്നെ തലശ്ശേരി എപ്പോഴും പോരാട്ട ഭൂമിയുടെ ഒരു മണ്ണാണ്. അപ്പോൾ അതിൽ ഈ ക്രിക്കറ്റും ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന് അതിനകത്ത് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ജയിച്ചു, പ്രാദേശികവാസികൾ കളിച്ചപ്പോൾ ജയിച്ചു എന്നുള്ളതൊരു വലിയതാണ്. അപ്പം കൂടുതൽ താരങ്ങൾ. അപ്പം അതിനുശേഷം പിന്നെ കുറേ ആളുകൾ കുറേ ഇഷ്ടം നിരവധിയായിട്ടുള്ള രഞ്ജി ട്രോഫി പ്ലേയേഴ്സ്. പിന്നെ അന്നത്തെ കാലത്ത് ഞങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങൾക്ക് ജനിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാന്ന് എനിക്ക് തോന്നുന്നത് സിക്സർ കുഞ്ഞിപ്പക്കി. ഞാനിവിടെ തലശ്ശേരിയെ കുറിച്ച് ആദ്യം പഠിച്ചപ്പം അദ്ദേഹത്തിന്റെ പേരാണ്. അതെ, സിക്സർ കുഞ്ഞിപ്പക്കിനെ സംബന്ധിച്ചിട്ട് പറയാം. ഇപ്പം നമ്മൾ കാണുന്ന വലിയ അടികളുള്ള കളികളൊക്കെ ഉണ്ട് T20 ഒക്കെ. അന്ന് ആ കാലഘട്ടത്തിൽ കൂടുതലും ഡിഫെൻസീവായിട്ട് 4 ഡേ മാച്ചസ് ഒക്കെ. പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരു ഓവറിൽ 4, 5 സിക്സ് അടിക്കുന്ന ആളായിരുന്നു സിക്സർ കുഞ്ഞിപ്പക്കി. അപ്പോൾ T20 ഒക്കെ തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് തന്നെ അത്തരത്തിലുള്ള ബാറ്റിംഗ് സ്റ്റൈല് ഉണ്ടാക്കിയെടുത്ത ആളുടെ സ്ഥലം കൂടിയാണ് തലശ്ശേരി എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് ഇപ്പം KCL ആയിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പം KCL നമുക്കിപ്പം അക്ഷയ് ചന്ദ്രൻ, സൽമാന്, ശ്രീരൂപൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നു. അപ്പോൾ പുതിയ പുതിയ താരങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് KCL കാരണം പറ്റുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ഇപ്പം ഒരു ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് എന്ത് കാര്യമെന്ന് വിചാരിച്ചിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ KCL ടീമിൽ വരുമ്പോൾ ആ നാടിൻ്റെ ഹീറോ ആയിട്ട് മാറുന്നു. അപ്പോൾ ഓരോ നാട്ടിനും എൻ്റെ അകത്തേക്കും ഓരോ നാട്ടിലേക്കും അല്ലെങ്കിൽ ഈ ക്രിക്കറ്റ് കളിച്ചിട്ട് ജീവിതം കളഞ്ഞിരുന്നല്ലോ എന്ന് ചിന്തിച്ചിരുന്ന മാതാപിതാക്കൾക്ക് ഒരു വലിയ ആശ്വാസം കൂടിയാണ് KCL. സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് നിൽക്കാൻ പറ്റുന്നു, സാമ്പത്തികപരമായിട്ട് അവരുടെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്നു. അപ്പോൾ അത്തരത്തിലേക്കുള്ള ക്രിക്കറ്റിൽ തന്നെ നിലനിന്ന് പോകാൻ, തുടർന്നു പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലേക്ക് KCL കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നാണ്. എന്തുകൊണ്ട് ഞങ്ങൾ തലശ്ശേരിയിൽ വന്നു? ഒരൊറ്റ ചോദ്യത്തിൽ ഗിരീഷ് കൊടിയേരി ഉത്തരം പറയുകയാണ്. നമുക്കറിയാം കപിൽ ദേവ് 83 കപ്പുയർത്തി നിലക്ക് നമ്മുടെ സിരകളിലേക്ക് കുത്തിവെച്ച ഒരു ആവേശം ഉണ്ടല്ലോ. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ, ഒടുവിൽ അത് വൈഭവ് സൂര്യവംശിയെ പോലുള്ള താരങ്ങളിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. പക്ഷേ അതിനപ്പുറം ഇന്ത്യൻ ക്രിക്കറ്റ് എവിടെ നിന്ന് തുടങ്ങി ആദ്യം എടുപ്പ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഈ നിൽക്കുന്ന മൈതാനത്ത് നിന്നാണ്. അതാണ് തലശ്ശേരിയുടെ പ്രൗഢമായ ചരിത്രം. ഒരു കാര്യം കൂടി, ഇപ്പൊ നമ്മൾ KCL വന്നാൽ നമ്മൾ കുറെ താരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷേ 3-ാം സീസണിലേക്ക് എത്തുന്ന സമയത്ത് കുറെ കൂടി IPL അല്ലെങ്കിൽ വലിയ ഫോർമാറ്റിലേക്ക് ഇന്ത്യൻ ടീമിലേക്ക്, ദേശീയ ടീമിലേക്കൊക്കെ നമ്മുടെ താരങ്ങൾക്ക് വളർന്നു വരാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അതിനുവേണ്ട വ്യൂവർഷിപ്പ്, ഈ ടൂർണമെന്റ് കുറെ കൂടി ആളുകളിലേക്ക് എത്തുക എന്നുള്ളത്. എന്തൊക്കെയാണ് KCLയുടെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോജക്റ്റ്? ഞങ്ങൾ ഇപ്പൊ 2ാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ തന്നെ IPL കഴിഞ്ഞാൽ 2ാമത്തെ വ്യൂവർഷിപ്പുള്ള ഒരു പ്രാദേശിക ലീഗായിട്ട് KCLനെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. 4 കോടിയിലധികം വ്യൂവർഷിപ്പുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കിയിട്ട് KCL പ്ലാറ്റ്ഫോമിനെ മാറ്റാൻ പറ്റിയെന്നുള്ളതും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് മലയാളികളുടെ ഒരു സ്ട്രെങ്ത്, മലയാളികൾ ലോകത്ത് എല്ലായിടത്തു നിന്നും ഈ KCL വാച്ച് ചെയ്യുന്നു. അപ്പം പ്രാദേശികമായിട്ടുണ്ടായിരുന്ന താരങ്ങളെ ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ തന്നെ വരുമ്പോൾ തന്നെ കാണുവാൻ വേണ്ടി പറ്റും, അവരുടെ പെർഫോമൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ IPL തന്നെ സ്കൗട്ടിങ് മിക്കവാറും ടീമുകളൊക്കെ 4-5 ടീമുകളൊക്കെ തന്നെ KCL കാണാൻ വേണ്ടി വരാറുണ്ട്. അത് വലിയൊരു വിജയമാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ അത്തരത്തിലേക്കുള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് KCL ഇനി കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കൂടുതലായിട്ട് നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് നല്ല മത്സരങ്ങൾ കാഴ്ചവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഉയർന്ന നിലവാരത്തിലേക്ക് എടുക്കുകയും ഈ പറയുന്ന IPL പോലത്തെ ടീമിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. അപ്പോൾ KCL ഒരു 2 വർഷം എത്തുമ്പോൾ തന്നെ ഇത്രയും വലിയ രീതിയിൽ എത്തിപ്പെടുകയും 3-ാമത് വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇനി കൂടുതൽ കളിക്കാർ വരുന്ന രീതിയിലേക്ക് ആയി മാറുകയും ചിലപ്പോൾ ഭാവിയിൽ 1-2 ടീമുകളൊക്കെ കൂടുതൽ ആഡ് ഓൺ ചെയ്യുന്ന രീതിയിലേക്ക് ഈ ടൂർണമെൻറ്റ് മാറാനുള്ള സാധ്യതകളും ഇതിൻ്റെ ഭാഗമായിട്ട് വരും. പക്ഷേ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓഫ് പ്ലേയിങ് ഉണ്ട്. അപ്പം പെട്ടെന്ന് നമുക്ക് 2 ടീമിനെ എടുത്തിട്ട് ഈ കളി കാണുന്നതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ 6 ടീമുകൾ വെച്ചുകൊണ്ട് മാക്സിമം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താലേ ഈ വ്യൂവർഷിപ്പ് ഉണ്ടാവും. നമുക്ക് അല്ലാതെ നമുക്ക് കുറേ ആളുകൾക്ക് കളിപ്പിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു ടീം എടുക്കാൻ പറ്റില്ല.
കാരണം ടീം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിൽ സാമ്പത്തിക ഘടകങ്ങൾ ഏറ്റവും വലിയ സാമ്പത്തിക ഘടകങ്ങളാണ്. ഇപ്പം വ്യൂവർഷിപ്പിൽ കൂടെ കിട്ടുന്ന ഇതാണെങ്കിലും അല്ലെങ്കിൽ ഫ്രാഞ്ചൈസികൾക്ക് പരസ്യങ്ങൾ വഴി കിട്ടുന്ന ഇതൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. ഇപ്പോൾ ആ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണം. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്കിത് മുന്നോട്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് KCL ഈ 2 വർഷവും നടന്നിട്ടുള്ളത്. ഈ വർഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. താങ്ക് യു. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, മാത്രമല്ല തലശ്ശേരിയിൽ വെച്ച് കാണാൻ പറ്റിയ വലിയ സന്തോഷം. ഉറപ്പായിട്ടും തലശ്ശേരിക്കാരനായ ക്രിക്കറ്റ് സംഘാടകരിൽ തലശ്ശേരിയെ കുറിച്ച് അറിയുന്നത് വലിയ സന്തോഷം. എന്തായാലും ഞങ്ങള് യാത്ര കണ്ടിന്യൂ ചെയ്ത് പോവാണ്. പിന്നെ ഒരുപാട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരുപാട് ഇനി അടുത്ത് നിങ്ങൾ പോകുമ്പോഴത്തേക്കിനെ വയനാട് കോഴിക്കോടൊക്കെ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് ഞങ്ങൾ പല സ്ഥലത്തും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വരുന്നത് തലശ്ശേരി കണ്ടാണ്. ഉറപ്പായിട്ടും ക്രിക്കറ്റ് കളിച്ച മൈതാനത്ത് ഈ ചരിത്രം നിങ്ങൾ മെൻഷൻ ചെയ്യണം. കാരണം ഇതൊരു വലിയ ഒരു പോരാട്ടത്തിന്റെ ചരിത്രം കൂടിയാണ്. അതും കൂടി ക്രിക്കറ്റിലൂടെയുള്ള ഒരു പോരാട്ടം നടത്തിയ ഒരു മണ്ണ് കൂടിയാണ്. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ആവേശം. ക്രിക്കറ്റ് ആവേശം എവിടെ നിന്ന് തുടങ്ങി? ഒറ്റ ഉത്തരം, അത് തലശ്ശേരിയിൽ നിന്ന്. നമ്മുടെ യാത്ര തുടരുകയാണ് കേട്ടോ.